ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സുജ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മുടെയൊക്കെ കുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു, ധിക്കാരമായിട്ട് പെരുമാറുന്നു. അവരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പകുതി കുഴപ്പം നമ്മൾ മാതാപിതാക്കളുടേത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സ്നേഹമായിട്ട് പിള്ളേരോട് ഇടപഴകുന്ന മാതാപിതാക്കളുള്ള വീട്ടിലെ കുട്ടികൾ അത്രയ്ക്ക് ദേഷ്യപ്പെടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ചെറുപ്പം മുതലേ നമ്മൾ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ആ ഒരു പെരുമാറ്റമാണ് അവർക്ക് വളരുമ്പോഴും ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ, അല്ലേ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് കുഞ്ഞുങ്ങളുടെ ചെറുപ്പത്തിൽ എനിക്ക് എന്തെല്ലാം മാനസിക വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, നമ്മുടെ ബന്ധുക്കൾ നമ്മളെ അപമാനിക്കുമ്പോൾ, നമ്മളെ അവഗണിക്കുമ്പോൾ, തീർത്തും ഒറ്റപ്പെട്ട ഒരു ജീവിതം ഉണ്ടായി കഴിയുമ്പോൾ, കാരണം നമ്മൾ മനസ്സറിയാതെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്ക് ഒരു സപ്പോർട്ടിന് അല്ലെങ്കിൽ ഒരു താങ്ങും തണലിന് ആരും കാണത്തില്ലല്ലോ. ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ദേഷ്യവും സങ്കടവും നമ്മൾ ആരോടാ തീർക്കുന്നേ? നമ്മുടെ കുഞ്ഞുങ്ങളോടായിരിക്കും, ഇല്ലേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് നല്ല അടിയാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? എനിക്ക് ഉണ്ടാകുന്ന മനസ്സറിയാതെ ഞാൻ കേൾക്കുന്ന അപമാനങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ആരോട് പറയാന്? തീർത്തും ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് നമ്മുടെ സങ്കടങ്ങളും ദേഷ്യങ്ങളും അവർ എന്ത് കുസൃതി അല്ലെ എന്ത് കാണിച്ചാലും അവരെ അടിക്കും ഞാൻ. എൻ്റെ ദേഷ്യം തീർക്കുന്നത് ഞാൻ അങ്ങനെ. കുഞ്ഞുങ്ങൾക്കറിയത്തില്ല അമ്മയുടെ ദേഷ്യം തീർക്കുന്നത് ഇങ്ങനെയാണെന്ന്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് അമ്മ അടിക്കുന്നതെന്നുള്ളതായിരിക്കും അവർ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ മനസ്സിൽ കെട്ടി നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദേഷ്യവും സങ്കടവും ഒക്കെ തീർക്കുന്നത് അങ്ങനെ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാവാം നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നായിരിക്കാം. അല്ലെ എപ്പോഴും ദേഷ്യപ്പെടുന്ന മാതാപിതാക്കൾ അവരോട് സ്നേഹമായിട്ട് പെരുമാറാതെ തൊടുന്നതിനെല്ലാം കുറ്റം പറയുകയും ശകാരിക്കുകയും, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, കുട്ടികൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ മാതാപിതാക്കന്മാർ ചെയ്യുന്നതല്ലേ. പിള്ളേരെ വെളിയിൽ അങ്ങ് ഇറക്കി വിടാതെ നമ്മുടെ മാത്രം എന്ന് കരുതി എപ്പോഴും പഠിക്ക്, ട്യൂഷന് പോവും, അങ്ങനെ പറഞ്ഞ് അവരുടെ മനസ്സ് ഇടുങ്ങിയ ഒരു ചിന്താഗതിയായി പോകും. അപ്പം അവർ വളർന്നു വരുമ്പോൾ അവരുടെ ധാരണ എന്താ? നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടണം. കാരണം വീട്ടിൽ അങ്ങനെയല്ലേ കണ്ടു വളരുന്നത്. അമ്മ ദേഷ്യപ്പെടുന്നു, അച്ഛൻ ദേഷ്യപ്പെടുന്നു, അമ്മൂമ്മ ദേഷ്യപ്പെടുന്നു, ചുറ്റുമുള്ളവരൊക്കെ ദേഷ്യപ്പെടുന്നു, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ ഓരോന്നും കേട്ടായിരിക്കും ഈ മക്കൾ വളരുന്നത്. അപ്പം അവരുടെ ധാരണ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നായിരിക്കും. ഇപ്പം എൻ്റെ മക്കൾ കേൾക്കുവാണെങ്കിൽ ഈ അമ്മ ഞങ്ങളെ ഒത്തിരി അടിച്ചിട്ടുണ്ട്, ഇതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുമായിരിക്കും. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വലിയ മക്കളായി. എനിക്ക് 2 മക്കളാണ്, 2 ആൺമക്കളാണ്. 2 പേരും പഠിത്തമൊക്കെ കഴിഞ്ഞു. വലിയ മകൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു, കൊച്ചുമകൻ ബാംഗ്ലൂരാണ്. അവർ കേൾക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും അമ്മ ഞങ്ങളെ ഒരുപാട് തല്ലിയിട്ടുണ്ട്, അപ്പം അമ്മയുടെ വിഷമത്തിൻ്റെ ഒക്കെ തീർക്കുന്നത് ഞങ്ങളോടായിരിക്കുമെന്ന്. സത്യമാണ്, ഒരുപാട് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പിള്ളേരെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന അമ്മമാർ ചിലപ്പം മക്കളെ തല്ലിയിട്ടുണ്ടാവും. ഇപ്പോൾ അത് ഓർത്ത് വിഷമമുണ്ട്. അപ്പോൾ ദേഷ്യപ്പെടുന്നതിൻ്റെ കാരണം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം. ഇങ്ങനെയാണ്
നമ്മൾ പെരുമാറേണ്ടതെന്നായിരിക്കും കുട്ടികൾ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മക്കളെ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെയാണ് മാതൃക കാണിക്കേണ്ടത്. മാതൃക കാണിക്കേണ്ട അച്ഛനും അമ്മയും എപ്പോഴും ദേഷ്യപ്പെട്ട് എപ്പോഴും ഉപദേശങ്ങൾ മാത്രം, അത് ചെയ്യരുത് ചെയ്ത് പിള്ളേരെ ഇച്ചിരിയൊക്കെ സ്വാതന്ത്ര്യത്തിന് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെൻ്റെ മുൻപുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടോ? എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ കാണണം. ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക. നമ്മുടെ സ്നേഹം ഉള്ളിൽ അടക്കി വയ്ക്കാതെ അവർക്ക് സ്നേഹം കിട്ടേണ്ടത് പുറത്ത് പ്രകടിപ്പിക്കണം. എന്നാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ കുന്നോളം സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നത് ദേഷ്യത്തിൻ്റെ രൂപത്തിലായിരിക്കും. അത് പാടില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.